ഇത് കണ്ടില്ല നിങ്ങള്? ഇതാണ് അവസ്ഥ. ഇതെന്താ പരിപാടി? ടൂണച്ചാറോ? ചെമ്മീൻ കറിയും ടൂണച്ചാറും അല്ലേ? ഇതാ ചോറ്, ഇതാ കറി, ഇതാ ഇവിടെയൊക്കെ ഉണ്ട് ആൾക്കാരുണ്ടതാ. അവിടെയൊക്കെ ഫുള്ള് കഴിക്കുന്നതാ. എങ്ങനെയുണ്ട്? ചോറുണ്ടഞ്ഞ് വേണ്ട. നമുക്ക് ഇവിടെ ഉണ്ട്. കുട്ടിമ ആടെ വിട്ട് വണ്ടിയിൽ നിൽക്കുന്നതാ. ഉണ്ട് മോനോട് നടത്തുന്നേ. നല്ല കമ്പൊക്കെ വാങ്ങി ഞാൻ സാമ്പിൾ വയ്ക്കാൻ ഇപ്പം തരാം. സാധനം സൂപ്പർ. നല്ല ആവി പറക്കുന്ന മുതലാട്ടാ. അതാ നിങ്ങളേ ഞാൻ കുറച്ചെങ്കിലും ഞാൻ ഓടിക്കാം. നല്ല നിലാവിലാണ്. ഈ സമയത്ത് ചെക്കന്മാരൊക്കെ പോവില്ല തോ ഇല്ലേ? ചെക്കന്മാരൊക്കെ പോവില്ല നേരം ബൈക്കായിട്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ മുൻകലിബൂൻ. ചൊല്ലിയാ അതല്ല എന്റെ ഫോണെ ബാഗ് വെച്ചാ എന്റെ ഫോണെ ബാഗ് വെച്ചാ അല്ല പിന്നെ എത്ര 200 രണ്ടിലും ഉണ്ടാവൂല? രണ്ടിലും അല്ലേ കൂടുതലിടണ? മാഷാ സാറാവട്ടെ. നല്ല ഓക്കെ വെച്ചാളേ. അപ്പൊ ഓറഞ്ച് ഇവിടെ വേറെ നമ്മളെ ചട്ടിപ്പറമ്പ് പെരുന്തൽമണ്ണ റോട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടാ. ഓറഞ്ച് ഇവിടെ അടിപൊളി ഓറഞ്ച് നല്ല മധുരല്ലേ അല്ലേ? അതിനോട് പറഞ്ഞു മൂപ്പര് നല്ല വരണ്ടേ. അപ്പൊ ഓറഞ്ച് ഇതാ പൊന്നോന്റെയും മോനോന്റെയും വകയാണ്. മോനോ നിങ്ങളെ വകല്ലേ ഓറഞ്ച്? ബാക്കി കൊടുത്തില്ലേ ബനോ? അല്ല അതല്ല ഞാൻ 100 രൂപ ഞാൻ തരണ പകുതി പൈസ പൊന്നോ. അപ്പൊ ഞങ്ങള് ഓറഞ്ച് വാങ്ങിട്ട് ഇങ്ങനെ പോവുകയാണ്. പൊന്നോ സ്വാഗതം. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. എന്താണ് അതിന്റെ പേര്? ആ യാത്ര പോണതിന്റെ പേര് ചെന്ന് പറഞ്ഞത് ചെലവർക്കുള്ള പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അപ്പൊ എന്ത് ഫ്രണ്ട്ലി ആയാലും ഞങ്ങള് ഫ്രണ്ട്ലി. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇതിനെ പയ്യെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അഭിപ്രായങ്ങൾ അപ്പോൾ നല്ല ടൈറ്റ് ആണ് വണ്ടിയിൽ. നമ്മുടെ ഫുഡിന്റെ ഐറ്റംസുകൾ, സ്റ്റൗ കാര്യങ്ങൾ, ഗ്യാസ് സ്റ്റൗ ഒക്കെ വെച്ചിട്ട് പിന്നെ എല്ലാരും ഒരുവിധം ടൈറ്റിൽ തന്നെയാണ് ഇരിക്കണേ. ഏതായാലും കുറച്ച് അതെ ഫുഡ് ഫുള്ള് ഞങ്ങളെ വകയാണ്. 1000 രൂപ ഉണ്ട് 6 ആളെ ഫുഡും പാവാണ്. എന്നാലും അവര് അല്ലേ അത്ര മോശമാക്കണ്ട ചെയ്യും. അതൊക്കെ അവര് ചെലവാക്കും അല്ലേ മുന? താങ്ക് യു. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പെരിന്തൽമണ്ണ എത്തിയിട്ടില്ല. ഏകദേശം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചട്ടിപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി വിശേഷങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. ഒരുപാട് സംഭവങ്ങൾ കാണാൻ, എന്തൊക്കെ വിശേഷങ്ങൾ, എങ്ങനെയൊക്കെ ഇത് കുറക്കാന്നൊക്കെ ഉള്ളല്ലേ. അപ്പൊ പോലെ മുന്ന നമുക്ക് വീഡിയോയിലേക്ക്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കുറെ ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് അപ്പൊ എല്ലാരും ഉണ്ട്. മുത്തു കുട്ടിമോന് ഒക്കെ ബാക്കിലുണ്ട്. മോനുണ്ട്. അതെ ബാക്കിലില്ല. മുത്തു ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെ കുട്ടിമോൻ അപ്പുറം ഉണ്ട്. ഓറഞ്ച് ഞാൻ ഈ ഓറഞ്ച് കേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ ഞങ്ങൾ ഓരോ രതീഷും ചായയും കുടിച്ചിട്ട് വരാം. മോളിനിട്ടില്ല മോളോ കടി കഴിക്കാനാ? ചായ കുടിക്കട്ടാ. നാളെ പറഞ്ഞോ ഇനി വേണോ? അക്കെന്തോണ്ട്
ടേബിളൊക്കെ കൂടി കണ്ടില്ല ഞങ്ങൾ ഫുള്ള് ഇവിടെ അല്ല പൊരിക്കട മുഴുവൻ നല്ല 4 3 1 അപ്പൊ ഞങ്ങളിത് ചായ നല്ല അടിപൊളി പൊരിക്കടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഊട്ടിക്ക് പോകണ്ട അല്ലേ ശരിക്കും പോവാം. എന്ത് സംഭവം? അപ്പൊ നമ്മൾ എവിടെ എത്തി? നമ്മളിവിടെ എത്തി. എവിടെയോ കരിമ്പുഴ ഡാമിന്റെ അവിടെ. കരിമ്പുഴ ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ഫോറസ്റ്റ് തന്നെ. ഫോറസ്റ്റിന്റെ ഉള്ളിലാണ്. കച്ചവട നിരോധിത മേഖല. എന്താ കാരണം? നിലമ്പൂര് കഴിഞ്ഞില്ലേ? ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇവിടെ വന്യമൃഗങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ ഇത് കച്ചവടം ചെയ്യണേ? കച്ചവടം നല്ല ഇതാണ് സുഖമില്ലാത്തിട്ട് പിരിവാണ്. അപ്പൊ ഞങ്ങളിത് അങ്ങനെ പോവുകയാണ്. ഏകദേശം സമയം 5:30 6 മണിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. ഉദ്ദേശമായി അങ്ങോട്ട് എത്തുന്നില്ല. എന്താ വെച്ചാല് സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. എല്ലാരും ഊട്ടിക്ക് വിട്ടണ തോന്നുന്നുണ്ട്. എല്ലാരും ഊട്ടിക്ക് വിട്ട് പോകണം. കാരണം കൂടുതൽ തണുപ്പ് അവിടെയാണ് കാണിക്കണത് നോക്കിയപ്പോഴൊക്കെ. ആ ഇവിടെ തന്നെ ഒരു തണുപ്പില്ലേ പൊതുവേ? കാറിൽ ഏസിന്റെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ആരെങ്കിലും വന്നോട്ടോ കേട്ടോ. അടിപൊളി തണുപ്പുണ്ടാ നോക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഞാൻ അധികം ഈ സമയത്തൊക്കെ നമ്മള് ഏകദേശം നാടുകാണിയൊക്കെ എത്തണ്ടേന്ന് ഒന്നും കൂടി ഭംഗിയായിരുന്നു. ഏതായാലും നോക്ക പോയി നോക്കട്ടാ. പണി കൊറേ ഉണ്ടെന്ന് ഒരുക്കാന്. ഫുഡ് കഴിച്ചിട്ടല്ല പോകുന്നത്. പിന്നെ പാത്രം എടുത്തക്കലും ഓരോന്ന് എടുത്തക്കലും എല്ലാം കഴിച്ചണ്ടേ. എള്ളല്ല എല്ലാം. ഏതായാലും പോയോക്കട്ടെ ഭയങ്കര രസം. അതെ. അപ്പൊ മകളെ നമ്മളിതാ നാടുകാണി ചുരം അങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ്. എത്തും. ഇഷ്ടംപോലെ ആളുടെ. കാരണം റോഡൊക്കെ നല്ല തിരക്കായതുകൊണ്ടാണ് ഇത്രയും വൈകാൻ കാരണം. നിങ്ങളെ കാണിച്ചു തരട്ടാ. നിങ്ങൾ ഇവിടെ തന്നെ ചുരത്തിന്റെ മേലെ മൊത്തം നാടുകാണി ചുരം മൊത്തം ആളാണ്. ഇവിടെ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് രണ്ട് സൈഡും നല്ല ആളാണ്. ചെറിയൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആ ഏകദേശം നമ്മൾ നാടുകാണി ചുരത്തിന്റെ മേലെ ഇങ്ങനെ കയറി. മോനുവിന്റെ ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എനിക്ക് കുറച്ചെല്ലാം മേലൊക്കെ പോകേണ്ടി അത്യാവശ്യം. മാളൂനല്ലേ? പിന്നെ ദേശം നമ്മളെന്താ വെച്ചാൽ ഉദ്ദേശമായൊരു വണ്ടി ഇങ്ങോട്ട് എത്തിയില്ല. എന്താ വെച്ചാല് ഭയങ്കര തിരക്കാണ്. ഒരു ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലം ഇല്ല എന്ന് പറയാം. മൊത്തത്തില് ബ്ലോക്കാണ്. അതെ. അപ്പൊ എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരാം. വേറെ ഇപ്പൊ എന്താ എന്നുള്ള ഇങ്ങനെ പോരാണ്. ഇനി ഒരു 2-2.5 മണിക്കൂറത്തെ റണ്ണിങ് ഉണ്ട് നമുക്ക് ഊട്ടിക്ക് എത്താന്. ഏതായാലും ചുരത്തിന്റെ മേലെങ്കിലും കണ്ണേണപ്പാതിൽ എത്താൻ കഴിഞ്ഞ് അല്ലേ? അതാണ് ആകെ സമാധാനം. ഇവർക്ക് ഒന്ന് കാണാലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ ഇങ്ങനെ പോയോക്കല്ലേ? കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നാടുകാണിയിലാണല്ലേ? നാടുകാണി ചുരം എന്നാണ് പേരില്ലേ? ഈ ടിപ്പറ കണ്ടങ്ങൾ എത്ര താഴ്ന്നാണ് അങ്ങോട്ട് ഈ ചുരമൊക്കെ കേറി പോവാണ്. നമ്മള് മുമ്പ് പോവാ. കള്ളന്മാര് കട്ടുന്നുണ്ട്. ഞങ്ങൾ മണം വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണേ ഇങ്ങനെ സംഭവമാണ് നടക്കേണ്ടതല്ലേ. ഒന്നു തല മാറ്റൂ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ ഇല്ല. ഇതാരെങ്ങനെ ചെത്തിന്നാവും? പേപ്പറോ? താലിന്റെ അടി പിടിച്ചല്ലോ. പിടിക്കണേ ഇപ്പൊ ശരിക്കും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ഇതിമേല്. അടിപൊളിയാണ്. അങ്ങനത്തെ ഭംഗിണ്ടാണ്ട് കാണാനല്ലേ? മഞ്ഞ്. അപ്പൊ നമ്മള് നാടുകാണിന്റെ ചുരത്തിന്റെ മേലെ കയറിയത് തമിഴന്മാരെ ഓട്ടർച്ച കണ്ടിട്ട് നമ്മളെ തമിഴ് മക്കളെ
ഓട്ടർച്ച. അപ്പൊ ശരിക്കും നമ്മളിപ്പോ തമിഴ്നാട്ടിലാണോ? അല്ലല്ലോ, തമിഴ്നാട് എടുത്തെത്തിയിട്ടുള്ളൂ. എന്നാലും ആ ഓട്ടർച്ച കണ്ടെങ്കിലേ നമ്മളെ നാട്ടിൽ മാതിരി കുറെ എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അവര് എത്ര ആളെയും കൊള്ളും. നമ്മളെ നാട്ടിലെ എക്സ്ട്രാ ഫിറ്റിങ്ങിന് മാത്രമാണ് ഒരു ഓട്ടോറിക്ഷന്റെ പൈസ. ഇവരാ നോർമലായിട്ട് കുടുംബം കഴിയണം എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലാണ്. എന്ന് വെച്ച് നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷ നമ്മളെ നിസ്സാരാക്കലട്ടാ. നമ്മളെ ഏറ്റവും വലിയ ശക്തി വാഹനങ്ങളിൽ വെച്ചിട്ട് ഓട്ടോ തൊഴിലാളികളാണ്. അത് പറയാതിരിക്കാൻ കഴിയൂല. അപ്പൊ നിങ്ങളൊരു ഒച്ച കേട്ടോ, ഈ ഒച്ച കേൾക്കാനാട്ടോ രസം. ഈ കാട്ടുകൂടി ഇങ്ങനെ പോകുമ്പോ ഒച്ച, ഈ ഒച്ചങ്ങൾ കേട്ടോ, ഒച്ച ഭയങ്കര ഭംഗിയുണ്ട്. സമയവും ഈ ഒച്ച തവള തവള ഈ ഒച്ചകൾ കേൾക്കുന്നുണ്ടോ? പിന്നെ എന്താ പറയാ പറഞ്ഞാട്ടെ, ശബ്ദം അല്ലെങ്കിൽ സൗണ്ട്. ശബ്ദം ഒന്നും ഞാൻ പറയില്ല. എനിക്ക് എന്റെ സ്വരത്തിൽ ഞാൻ സംസാരിക്കുള്ളൂ. പിന്നെ അമ്മക്ക് ഓരോ രീതികളില്ലടാ. ഈ ഒച്ചകള് കേട്ടില്ല. ഇതൊരു പ്രത്യേക ഉള്ളതാട്ടാ. ഇത് തവള തവള തവളയാണോ അതല്ലെങ്കിൽ വേറെ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യോട്ടെ, നമുക്ക് അറിയാലോ. പുൽച്ചാടി അങ്ങനെ എന്തോ ആണ്. കരത്തവള. ഓ റോഡ് കേട്. എന്ത് റോഡ്? ഓഫ് റോഡ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതന്നെ ഓഫ് റോഡ്. റോഡ് കേട് വീഡിയോ ഓഫാണ്. ഓണാണ് പൊന്നുവാ. എന്ത് രസമുള്ള ശബ്ദാണല്ലേ. ക്യാമറ ഓണാണ്. ശരിക്കും ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട്? ഇനി 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ ഭാഗങ്ങൾ ഇനി എത്ര അറിയില്ല. ഇഷ്ടത്താണ് നമ്മള് ഇഷ്ടല്ലേ. തിരിച്ചു നാളെ അടിപൊളി ഫോട്ടോ എടുക്കാം. ഇതുവരെ തന്നെ വരിക. ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ കെടുക്കല്ലേ. ഇവിടെ എന്താ, അവിടെ ഒന്നും ഇല്ല. അവിടെ കാണും. ഒച്ച ഇല്ലില്ല. അപ്പൊ നമ്മൾ ഈ കൂരിട്ട് കൂടി ഇങ്ങനെ സായാഹ്ന സന്ധ്യയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നല്ല പക്ഷികളുടെ സൗണ്ടും പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണ് സീസൺ ടൈം അതിന്റെ അവസ്ഥ എന്നറിയില്ല. വല്ല റൂം ഇവിടുന്ന് കിട്ടുമോ കിട്ടൂല ഒന്നും പറയാൻ പറ്റൂല. കൊടുത്തില്ല മക്കളെ. എന്റെ മാളവിന്റെ മനസ്സിൽ എന്താ കിട്ടണമെന്നാ കിട്ടണ്ടെന്നാ എന്റെ മനസ്സിൽ കിട്ടരുത് എന്നാണ്. എന്നാ എനിക്ക് പൈസ കൊടുക്കണ്ടല്ലോ. ഇല്ല പൊന്നോ, റൂമിന് പോയ പൈസ പൊന്നെടുക്കുവാ. അപ്പൊ നമ്മളിത് പോയി ഇതെന്താണ് വൈൻമരം അല്ല മാളോ, യൂക്കാലിപ്സ് മരങ്ങൾ. അവിടെ ഇരുട്ടത്തായതുകൊണ്ട് എടുക്കാൻ ഒന്നും കാണൂല. ഞാൻ തിരിച്ചു വരുമ്പോ കാണാം ഇൻഷാ അല്ലാഹ്. ഇവിടൊക്കെ സാധാരണ ഊട്ടിക്ക് പോകുമ്പോ എല്ലാരും ഇവിടെ ഇറങ്ങാതെ പോകില്ല. ഇപ്പോഴും ചില ആളുകളൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ആളുണ്ട്. ഞങ്ങള് നിർത്തിയിട്ടില്ല, നേരെ പോവാണ്. എന്താ വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. എന്തൊക്കെ അവസ്ഥ ഒന്നും അറിയില്ല അവിടെ പോയൊക്കെയല്ലേ അല്ലേ. തണുപ്പുണ്ട്. തണുപ്പ് നന്നായിട്ട് നല്ല തണുത്ത കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. പൊന്നു കഥ വിറക്കണ് ഇല്ല. പോയി നോക്കട്ടാ. എന്താ വാങ്ങണേ? ചെറുത് എന്തായാലും ഉണ്ടാവുള്ളൂ. പൊന്നോ എന്താ വില വെച്ച് നോക്കാം. ചെറുതീര് 40, ചൂടുള്ള ഇവിടെ തണുപ്പ് കമ്മിതാ ഇപ്പൊ ഊട്ടിയില് കമ്മില്ല. ഈ എന്താ ഇവിടെ തണുപ്പതായിരിക്കും. ഊട്ടിക്ക് പോയാൽ തണുപ്പിരിക്കുമാ? 30 அங்கே தனப்பிருக்கும்ல. இனி 34 கிலோமீட்டர் போயிடணுமா? அப்படியா? அதெல்லாம் சுரம் ஏறணுமா? சுரம் நார்மல் ரோடு. சுரம் முடிஞ்சாச்சு. അപ്പോൾ ഞങ്ങളിത് അവിടെ നടുവട്ടത്തെത്തിയിട്ടുണ്ട്. കൂടല്ലൂർ നടുവട്ടം. ഇതാ കമ്പം വാങ്ങണം, കമ്പം. ഇനി 34 കിലോമീറ്റർ പോണം അല്ലേ?
மசாலா போட்டிருக்குல்ல தம்பி உனக்கு எவ்வளோ வேணுமா எவ்வளோ வேணும் ரெண்டு பீஸ் வேணுமா கட் பண்ணணுமா മസാല വേണ്ടാന്ന് പൈസ കൊടുത്താ അതാ എത്ര ഇപ്പൊ ഇപ്പൊ എവിടാച്ച് 100 രൂപ വെച്ചാ ഇനി എനിക്ക് വേണോ ഇത് വേണോ എന്നാവും കൊടുക്കുക അപ്പൊ 150 അത് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തോളാം എത്രണ്ട് പൈസ പടച്ചോനെ എന്തേ കമ്മി പണി പസങ്ക കമ്മി പണി കൊടുക്കുങ്ക ആ ചിന്ന പീസ് തന്നെ പൈസ കമ്മി ഇരിക്കാൻ മസാല വേണ്ട മസാല വേണ്ട சின்ன பசங்களை ஏதாவது கம்மி இருந்தா கொடுக்குங்க தலைவர் നിൽക്കണ്ട അപ്പൊ ഞങ്ങളിതാ എന്താണ് ഇതിന്റെ പറയാ ഗൂഡല്ലൂർ നടുവട്ട നമ്മളെ ചേട്ടന്റെ വല്യച്ഛൻ്റെ അടുത്തുനിന്ന് നല്ല കമ്പൊക്കെ വാങ്ങി ഞാൻ സാമ്പിൾ ഇങ്ങനെ ഇപ്പൊ തരാം സാധനം സൂപ്പർ നല്ല ആവി പറക്കുന്ന മുതലാട്ടാ അതാ അടിപൊളിയാണ് ഇനി ഇവിടുന്ന് 34 കിലോമീറ്റർ പോയാൽ നമ്മൾ ഊട്ടി ടൗണിലേക്ക് എത്തും നല്ല തണുപ്പാന്നാ പറഞ്ഞത് പോയി നോക്കാം ഇവിടെ ടൗണൊക്കെ കണ്ടില്ല നിങ്ങള് അതാ ആ ഇവിടെ ഈ ബസ് സ്റ്റോപ്പിലൊരു സംഭവം ഞാൻ കാണിച്ചു തരട്ടാ അപ്പൊ ചോറൊക്കെ വിളമ്പിണ്ട് അടിപൊളി ചെമ്മീൻ്റെ കറിയും ചോറുമാണ് അവിടെ ഓരോരുത്തർ ഇരിക്കണ്ടില്ല നിങ്ങള് ഇത് കണ്ടില്ല നിങ്ങള് ഇതാണ് അവസ്ഥ ഇതെന്താ പരിപാടി ടൂണച്ചാറോ ചെമ്മീൻ കറിയും ടൂണച്ചാറും അല്ലേ ചോറ് ഇതാ കറി ഇതാ ഇവിടെ കണ്ട ആൾക്കാരുണ്ടതാ അവിടെയൊക്കെ ഫുള്ള് കഴിക്കുന്നതാ എങ്ങനെയുണ്ട് ചോറുണ്ടഞ്ഞേ വേണ്ട നമുക്ക് ഇവിടെ ഉണ്ട് കുട്ടിമാ ആടെ വിട്ട് വണ്ടിയിൽ നിൽക്കരുതാ കുട്ടിമാൻ ഇവിടെ ഉണ്ട് മോനുണ്ട് അവിടെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇപ്പൊ കഴിക്കാണ് ചോറ് അപ്പൊ നേരത്തെ പറഞ്ഞ നടുവട്ടോ എന്താണ് പേര് അതെ ചുരം ഗൂഡല്ലൂർ ചുരം കഴിഞ്ഞ ദിവസം നടുവട്ടം വെച്ചാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അവിടെ അപ്പൊ ഏതായാലും ഫുഡൊക്കെ കഴിക്കണം ഇവിടുന്ന് ഒരു രക്ഷയില്ല അൽഹംദുലില്ലാ ഫുഡൊക്കെ ഞങ്ങൾ നന്നായി കഴിച്ച് നല്ല സൗകര്യം കിട്ടി അടിപൊളിയല്ലേ അതെ ഇനി പോവാൻ പോവാണ് കണ്ടില്ലേ മീൻകറി ചോറ് ഇത്ര ഉള്ളു ബാക്കി ഫുൾ കാലിയാക്കി അടിപൊളി ചൂര ടൂണച്ചാറിന്റെ അടിപൊളിയായിട്ടാ പേരും ടേസ്റ്റാണത് നല്ല ടേസ്റ്റാ ഇത് കണ്ടില്ല നിങ്ങൾ ആ കള്ള പന്നികള് ഇല്ല ആ കള്ള പന്നികളെ കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് പന്നികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ കണ്ടാ എവിടെ എൻ്റെ മോളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടാൽ മതി അപ്പോൾ വരും
ആ പോയി എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മള് പോവാൻ നോക്കാം. പെട്ടു പെരുമ്പടല് പെട്ടു. സീസൺ ടൈമില് ഊട്ടിയിലും മൂന്നാറിലൊക്കെ വന്നാലുള്ള അവസ്ഥയാണ്. ആത്മാക്കൾ. അപ്പൊ നേരത്രായി നെല്ല് കിട്ടാത്ത അലയുന്ന ആത്മാക്കൾ തന്നെ റൂം കിട്ടാത്ത അലയുന്ന ആത്മാക്കൾ. നേരം 11:30 ശ്രമിച്ചു നോക്കി 6,000 റൂമിന്. ഈ പാവങ്ങളൊക്കെ നോക്കി ഇരിക്കണതുണ്ട് ഞങ്ങള്. കുട്ടിമോ അവിടെ ചെരിഞ്ഞാകെ ഇവിടെ ചെരിഞ്ഞ് എന്താ ചെയ്യാനൊരു കൊടുത്തില്ല. നോക്കട്ടെ ഏതായാലും. സംഗതി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇവിടെ ഊട്ടിയിലെത്തി. തണുപ്പ് പെരുന്തണുപ്പില്ല കേട്ടാ, ഒരു മീഡിയം അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയാന്നു സീസൺ ടൈമിൽ വന്നാൽ പെടുന്നൊക്കെ, പക്ഷെ മറന്നുപോയി. സീസൺ ടൈമിൽ ആരും വരണ്ട പരമാവധിട്ടാ. ഒരു രക്ഷയില്ല. എന്താ പറയാ, ഒരാഴ്ചക്ക് വരണ്ട. സീസൺ ടൈമിൽ അല്ലാതെ വരുമ്പോഴേ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ അഭിപ്രായത്തില്. നോക്കട്ടെ.